ലാലി വിൻസെന്റിനെ പറ്റി ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പേരെടുത്ത് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. 46 ലക്ഷത്തിന് പ്രത്യേക നിയമോപദേശം എന്നാണ് ശ്രീ എസ് കെ സജീഷ് അതിനെ പരിഹസിക്കുന്നത്. എന്ത് നിയമോപദേശമാണ്? ഇത്രയും പണം വാങ്ങിയിട്ട് ഇതൊരു കേസാവുന്നതിന് മുൻപ് തന്നെ എടുത്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങൾ സ്വാഭാവിക ബുദ്ധിയിൽ നിന്ന് ഉണ്ടാകുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആരോപണങ്ങൾ, ഇത്ര വ്യാപകമായ ഒരു തട്ടിപ്പിന്റെ പേരിൽ UDF സംവിധാനം ആകെ കേൾക്കേണ്ടി വരുന്നത്? ഹലോ ഇല്ല മാധു, ഇതിൽ UDF സംവിധാനം ആകെയല്ലല്ലോ, കേരളത്തിലെ മുഴുവൻ സംവിധാനങ്ങളും ഈ പഴി കേൾക്കുന്നില്ലേ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഇതിൽ ആരോപണത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പലരുടെയും സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ട്, പലരുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടി കാണുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് R ബിന്ദുവാണ്. അതുപോലെ V ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയുണ്ട്. ഇവർ ഗവർണറോടൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ പലതരത്തിൽ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളിലെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രം ഉപയോഗിച്ച് തട്ടിപ്പെടുത്താൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇനി CN രാമചന്ദ്രനെ സാറിനെ പോലെയുള്ള റിട്ടയർഡ് ജസ്റ്റിസുമാരെ, അല്ലെങ്കിൽ KM എബ്രാഹിമിനെ പോലെയുള്ള ചീഫ് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളുകളിലൊക്കെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടണം. ഈ അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടത്തിൽ ഇതിൽ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും തലയിൽ വെച്ച് കെട്ടാൻ നോക്കുന്ന ആ ഒരു വല്ലാത്ത വ്യഗ്രതയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. ഒരു തട്ടിപ്പ് പിടിക്കപ്പെട്ടു, ആ തട്ടിപ്പുകാരനെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ ബാക്കി നടപടികളുമായിട്ട് പോകുമ്പോൾ എത്ര തിടുക്കത്തിലാണ് ലാലി വിൻസെന്റിനെതിരെ കേസെടുത്തത്. ഞാൻ ആ കേസെടുത്ത നടപടിയെ ഞാൻ കുറ്റം പറയുന്നില്ല. അത് അതിൻ്റെ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടതാണെങ്കിൽ, കൊടുത്തിട്ടുള്ള പരാതി പ്രകാരം എടുക്കേണ്ടതാണെങ്കിൽ എടുക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് AN രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ് മറ്റ് പല CPM നേതാക്കന്മാർക്കെതിരെ കേസെടുക്കാത്തത്? അപ്പോൾ ഇതിലൊരു തിടുക്കം ലാലി വിൻസെന്റിന്റെ കാര്യത്തിലാണ്. പിന്നെ ലാലി വിൻസെന്റ് അധികപ്പെട്ട ഈ കാര്യത്തിൽ അനന്തുവിനെ അടക്കം ന്യായീകരിക്കാൻ ലാലി വിൻസെന്റ് തുടക്കത്തിൽ കാണിച്ച ഒരു വ്യഗ്രതയുണ്ടല്ലോ, അനന്തകുമാറിനെ അടക്കം ന്യായീകരിക്കാൻ കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ. അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, CSR ഫണ്ട് മുടങ്ങിയതിന്റെ പേരിൽ മാത്രമാണ് അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ എത്തുന്നുണ്ടല്ലോ. അല്ല, തീർച്ചയായിട്ടും മാധു, ഇതിലിപ്പോൾ ഒരു ലീഗൽ അഡ്വൈസർക്ക് അവർ ലീഗൽ അഡ്വൈസ് കൊടുത്തിട്ടുള്ള സ്ഥാപനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ ഇത്തരത്തിലൊരു കേസിൽ പെടുമ്പോൾ അവരെ ന്യായീകരിക്കാൻ അവർക്ക് വേണ്ടിയിട്ടല്ലേ ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പണം വാങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ കേസിൽ പെടുമ്പോൾ പെട്ടെന്ന് കൈ ഒഴിഞ്ഞ് രക്ഷപ്പെടുന്ന പരിപാടി, അത് എനിക്കറിയില്ല അത് എത്രത്തോളം ലോജിക്കലാണെന്ന്. ലീഗൽ അഡ്വൈസർ എന്നുള്ള രീതിയിൽ അവരവരുടെ സേവനം കൊടുത്തു. ആ സേവനത്തിന് 46 ലക്ഷമാണോ 50 ലക്ഷമാണോ എത്ര ലക്ഷം ശരിയാണ്. കണ്ണൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ സ്പിയാർട്സിന്റെ ലീഗൽ അഡ്വൈസറാണ് ലാലി വിൻസെന്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിയമോപദേശം കൊടുക്കുന്നതിൽ ചുമതലയല്ലേന്ന് ചോദിക്കാം. പക്ഷെ അല്ല എന്ന് പറയുന്നതും ലാലി വിൻസെന്റ് തന്നെയാണ്. ഞാൻ അനന്തുവിന്റെ ചില കേസുകൾ നടത്തിയിട്ടുണ്ട്, അനന്തുവിന് പേഴ്സണൽ ആയിട്ടാണ് നിയമോപദേശം കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. ഒരാൾക്ക് പേഴ്സണലായിട്ട് നിയമോപദേശം കൊടുക്കാനാണ് ഈ വമ്പൻ തുക കൊടുക്കുന്നത്. ഇനി ഒരാൾക്ക് പേഴ്സണലായിട്ട് നിയമോപദേശം കൊടുക്കേണ്ട കാര്യം എന്താണ്? അയാൾക്കൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ മറ്റ് നിയമപരമായ കൈകാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി ശരി ഉണ്ടാവട്ടെ, അപ്പോഴും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. കേസിന്റെ സെറ്റിൽമെന്റ് അടക്കം, ഈ പരാതികൾ ഉന്നയിക്കപ്പെടുന്നതിന്റെ സെറ്റിൽമെന്റിന്റെ അടക്കം, ആദ്യം അടക്കി വെക്കാൻ ശ്രമിക്കുന്നതിലടക്കം ഇവരുടെ ഇടപാടുകൾ വ്യക്തമാണെന്നേ. അല്ല മാധവ്, നമ്മൾ ഒരു ലോജിക്കലായിട്ട് ആലോചിക്കണമല്ലോ. ഇതിൽ ഒരാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമോ ക്രൈം നടത്താൻ ഇൻറ്റൻഷനുള്ള ആൾക്ക് മാത്രമേ ലീഗൽ അഡ്വൈസ് എടുക്കാൻ പറ്റുള്ളൂ? അങ്ങനെയാണോ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മളൊക്കെ പല കാര്യത്തിലും പല വക്കീലുമാരുടെ അടുത്തു നിന്നും അഡ്വൈസ് ചോദിക്കാറുണ്ട്, പല കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാറുണ്ട്, പല ബിസിനസ്സുകളും നടത്തുമ്പോൾ അതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ ചോദിക്കും. ഇവിടെ തന്നെ അല്ല മാധു, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സതീഷ് പറഞ്ഞപ്പോൾ ഇടപെടാതിരുന്ന പോലെ എനിക്ക് ഒരു അവസരം തന്നെ, അത്രേ ഉള്ളൂ. ഞാൻ അത് അഗ്രസീവായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഈ 46 ലക്ഷം രൂപ മേടിച്ചതിനെ കുറിച്ച് അവർ പറയുന്നത് അവർ ഒരുപാട് കരാറുകൾ അതുമായി ബന്ധപ്പെട്ടത് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു, അവരെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. ഇനി ഈ 46 ലക്ഷത്തിൽ നമ്മളങ്ങ് ഞെട്ടുമ്പോൾ ഒരു സേവനം കൊടുക്കുന്ന ആളും സേവനം വാങ്ങുന്ന ആളും തമ്മിലുള്ള എഗ്രിമെന്റ് അല്ലേ? അപ്പൊ അവർ തമ്മിൽ പരാതി ഇല്ലെങ്കിൽ എന്താണ് അവിടെ പരാതി? ഇവിടെ സതീഷ് പറയുന്നുണ്ട് അക്കൗണ്ട് ത്രൂ ആണ് പണം മേടിച്ചത്, തെളിവുണ്ടെന്ന്. നമ്മൾ മാസപ്പടി കേസിൽ 1,72 ലക്ഷം രൂപ IT സേവനം കൊടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ മേടിച്ചപ്പോൾ അതിന്റെ കണക്ക് ചോദിച്ചപ്പോൾ എന്താ പറയാ? സേവനം കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിൽ തീരുമാനമായ പിന്നെ എന്താ പ്രശ്നം? അക്കൗണ്ട് ത്രൂ മേടിച്ചാൽ അത് നിയമവിരുദ്ധമല്ലല്ലോ എന്നൊക്കെയല്ലേ പറഞ്ഞത്. അപ്പോൾ സേവനം കൊടുക്കുന്ന ആൾക്ക് അവരുടെ സേവനത്തിന്റെ വില തീരുമാനിക്കാനുള്ള അവകാശമില്ലേ? പിന്നെ അതിനപ്പുറത്ത് ഒരു മോറൽ നോക്കുമ്പോൾ അത് ലാലി വിൻസെന്റ് അല്ല. ഞാൻ പറഞ്ഞു വരട്ടെ മാധു,
ഞാൻ പറഞ്ഞു വരുന്ന അതിലേക്ക് തന്നെയാണ്. കോൺഗ്രസിന് ഇതിൽ സ്റ്റാൻഡുണ്ട്. ലാലി വിൻസെന്റ് ഇത്രയും സേവനം കൊടുത്ത് ഇത്രയും അധികം തുക വാങ്ങിയപ്പോൾ അതിലൊരു പ്രൊഫഷണൽ മൊറാലിറ്റിയുടെ കാര്യം അത് അവരാണ് തീരുമാനിക്കേണ്ടത്. കോൺഗ്രസിന് അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കേണ്ട കാര്യമില്ല. പക്ഷെ ഞങ്ങൾ ലാലി വിൻസെന്റിനെ ഈ കാര്യത്തിൽ പ്രൊട്ടക്ട് ചെയ്യലല്ല ചെയ്തത്. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വരെ പത്രക്കുറിപ്പ് ഇറക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇനി അവിടെ നിൽക്കട്ടെ, ഇത് വലിയ ഫീസാണെന്നുള്ള ആക്ഷേപമുള്ളവർ ഇവിടെ കേരളത്തിലെ ചെറുപ്പക്കാരെ കൊന്നുകളഞ്ഞ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് CBIയുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ കേരളത്തിന്റെ പൊതുഖജനാവിൽ നിർത്തി ചെലവഴിച്ചു. അതൊന്നും വലിയ ഫീസ് ആയിരുന്നില്ലേ? ഇതൊരു വ്യക്തി അയാളുടെ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു വക്കീലിന് കൊടുക്കുന്ന ഫീസ് അത് അവർ തമ്മിൽ തീരുമാനിക്കേണ്ടതല്ലേ? വലുതാണോ ചെറുതാണോ എന്ന് ഈ വാർത്ത കാണുന്ന ആളുകളോടല്ല തീരുമാനിക്കേണ്ടത് വലുതാണോ ചെറുതാണെന്ന്. അവർ കൊടുത്ത സേവനം എത്ര വലുതാണെന്ന് കിട്ടിയ ആളല്ലേ തീരുമാനിക്കേണ്ടത്. അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയിട്ടില്ലെന്ന് സജീഷ് പറയുന്നു. എന്തോ ഉറപ്പാ സജീഷിനുള്ളത്? എത്ര തുക അതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട്? ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത്? ആരൊക്കെയായിരുന്നു സ്പോൺസേഴ്സ് എന്നുള്ള കൃത്യമായ വിവരം കേരളത്തിന്റെ പൊതു സമൂഹത്തിന്റെ മുമ്പിലുണ്ടോ? ഇല്ലല്ലോ. ആ നവകേരള സദസ്സ് എങ്ങനെയാണ് നടത്തിയതെന്ന് കൃത്യമായിട്ട് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ? ഇല്ല. അപ്പൊ ഇവർ പറയുന്നു ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കണം. അന്വേഷണത്തെ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ലെന്ന് സജീഷ് എങ്ങനെ പറയുന്നത്? സജീഷാണ് ഇവിടെ PRD വകുപ്പിന്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കുന്നത്? അല്ലല്ലോ. അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ പറയട്ടെ. ഇനി അടുത്തത് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. നജീബ് കാന്തപുരം, മറ്റ് കോൺഗ്രസ് നിജേഷ് അരവിന്ദിനെ പോലുള്ള തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണോ? തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റാണെങ്കിൽ ദേശാഭിമാനിക്ക് മേടിച്ച പണം, ഫാരിസ് അബൂക്കറിന്റെ നിന്ന് മേടിച്ച പണം തിരിച്ചു കൊടുത്ത് നിങ്ങൾ മാതൃക കാണിച്ചല്ലേ? അപ്പൊ തിരിച്ചു കൊടുക്കുന്ന ഒരു തെറ്റല്ല. എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് തോന്നിയാൽ, ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് തോന്നിയാൽ ആ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്തെങ്കിലും നന്മ കിട്ടണമെന്ന് ആഗ്രഹിച്ചു അതിൽ പ്രത്യേകിച്ച് ക്രിമിനൽ ഇന്റൻഷൻ ഇല്ലാതെ ഇടപെട്ട ആളുകൾ ഇതിലിങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് കാണുമ്പോൾ പണം തിരിച്ചു കൊടുക്കുന്നത് ഒരു തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതിനപ്പുറത്ത് ഈ തിരിച്ചു കൊടുക്കുന്ന പണത്തിന്റെ സോഴ്സ് ആണ് പരിശോധിക്കേണ്ടത്. ഈ തിരിച്ചു കൊടുക്കുന്ന പണം ആളുകളിൽ നിന്ന് കളക്ട് ചെയ്ത പണം തിരിച്ചു കൊടുക്കുന്നതാണെങ്കിൽ തെറ്റില്ല. പകരം AN രാധാകൃഷ്ണനെ പോലെ വ്യാപകമായിട്ട് ഈ ഫണ്ട് മുഴുവൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ആ ഫണ്ട് എവിടെ നിന്ന് വരുന്നു എന്നാണ് പരിശോധിക്കേണ്ടത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം. ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസർ അല്ലാത്ത ഒരു കാര്യത്തിൽ ലാലി വിൻസെന്റിനെതിരെ കേസെടുക്കുകയും എന്തുകൊണ്ടാണ് AN രാധാകൃഷ്ണനെതിരെ കേസ് എടുക്കാതിരിക്കുകയും ചെയ്യുന്നത്? അതിനെക്കുറിച്ച് ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ഇന്റലിജൻസ് വകുപ്പിന്റെ ഒക്കെയാണ് പരാജയം.